ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തോടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് എ റെക്ടാങ്കുലർ പൗണ്ട്. The length, breadth and depth were decided to be 20 meters, 15 meters and 2 meters. A soil dug out was removed in the truck which can carry a load of length 3 meter, breadth 2 meter and height 1 meter. How many trucks load of soil have to be moved? ഒരു പഞ്ചായത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറഞ്ഞത് 20 മീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത് 15 മീറ്റർ, ഡെപ്ത് വെച്ച ആഴാണ് കേട്ടോ. ആഴെന്ന് പറഞ്ഞത് 2 മീറ്റർ. ഇതിൽ ഈ കുഴിച്ചിട്ടുള്ള സോയിൽ, അതായത് മണ്ണൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രക്കിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. ട്രക്കിൽ ഒരു ലോറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. വിച്ച് ക്യാൻ ക്യാരി എ ലോഡ് ഓഫ് ലെങ്ത്. അപ്പോൾ ഒരു ട്രക്കിൽ, ഒരു ലോറിയിൽ എത്ര ലോഡാണ് പോകുന്നത്? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 3 മീറ്ററും ബ്രെഡ്ത്ത്, ലോറിൻ്റെ ലെങ്ത് ആട്ടോ തന്നിട്ടുള്ളത്. ലോറിൻ്റെ ലെങ്ത്ത് 3 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ, ഹൈറ്റ് 1 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ട്രക്ക് ലോഡ് ഓഫ് ദ സോയിൽ ഹാവ് ടു ബി മൂവ്? എത്ര സോയിൽ നമുക്ക്, എത്ര ലോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മണ്ണിൻ്റെ ലോഡ് എത്ര ലോഡ് നമുക്ക് മൂവ് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം മണലിൻ്റെ എന്ത് ചെയ്യുക, വോളിയം കണ്ടുപിടിക്കാം. സെക്കൻഡ് വൺ, ലോറിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ പോരെ. എത്ര ലോഡ് വേണമെന്നാണ് ചോദ്യം. എത്ര ലോഡ് നമ്മൾ ലോറിയിൽ കൊണ്ടുപോകേണ്ടി വരും ഈ മണലൊക്കെ പാടെ എന്ത് ചെയ്യാൻ, ഒഴിവാക്കാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാൻഡിൻ്റെ വോളിയത്തിൽ നിന്ന്, അതായത് മണലിൻ്റെ വോളിയം കണ്ടുപിടിച്ചതിന് കപ്പാസിറ്റി, ലോറിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ പോണ്ട് കുഴിക്കാൻ അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 15 മീറ്റർ, ഡെപ്തും തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സാൻഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ സാൻഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് നമുക്കറിയാം. വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത്ത് 20, ബ്രെഡ്ത്ത് 15, ഹൈറ്റ് 2. സോ 20 ഇൻറ്റു 15 ഇൻറ്റു 2. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ലോറീൻ്റെ കാര്യം തന്നിട്ടുണ്ട്. ലോറീൻ്റെ ലെങ്ത്ത് 3 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 2 മീറ്റർ ആണ്, ഹൈറ്റ് 1 മീറ്റർ ആണ്. സോ ആ ലോറീൻ്റെ എന്ത് ചെയ്യുക, കപ്പാസിറ്റി കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് എ ലോറി ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ചോദ്യം, എത്ര ലോഡ് നമുക്ക് റിമൂവ് ചെയ്യണം, എത്ര ട്രിപ്പ് നമുക്ക് മണൽ ഒഴിവാക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ദ നമ്പർ ഓഫ് എ ലോഡ് റിക്വയർഡ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സാൻഡ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് ദ ലോറി. സാൻഡിൻ്റെ വോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ലോറിയുടെ കപ്പാസിറ്റി ഡിവൈഡ് ചെയ്യുക. സോ 600 ആണ് എന്ത്, വോളിയം ഓഫ് സാൻഡ്, ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് ലോറി 6. സോ 600 ഡിവൈഡഡ് ബൈ 6. 600 divided by 6 is equal to 100 ലോഡ്. അപ്പോൾ ലോറിയിൽ നമുക്ക് 100 ലോഡ് നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. Hope you understood. Second question, the inner length and breadth of an aquarium are 60 cm and 30 cm. It is half filled with water. When a stone is immersed in it, the water level rose by 10 cm. What is the volume of the stone? ഒരു അക്വേറിയത്തിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, പകുതിയായിട്ട് വെള്ളമുണ്ട്. ഞാൻ അതിലോട്ടൊരു കല്ലിടുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം, ഓഫ് കോഴ്സ് വെള്ളം എന്ത് ചെയ്യും, പൊന്തും ഇല്ലേ. ഒരു പാത്രത്തിൽ പകുതി വെള്ളമുണ്ട്, അതിലോട്ട് ഒരു കല്ലിടുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് റൈസ് ചെയ്യില്ലേ. അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ലെവൽ എന്ത് ചെയ്തിട്ടുണ്ട്, റോസ് ബൈ 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പൊന്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോണിൻ്റെ വോളിയം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. തന്നിട്ടുണ്ട് ലെങ്ത്ത് എത്രയാണ്, 60 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, വോളിയം ഓഫ് റൈസ്ഡ് വാട്ടർ, അതായത് എത്ര വെള്ളമാണ് റൈസ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുക.
വോളിയം ഓഫ് റേസ് വാട്ടർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് എത്രയാ 60, ബ്രെഡ്ത്ത് 30, ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പൊന്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 ഇൻറ്റു 30 ഇൻറ്റു 10. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 18,000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ഇതന്നെ ആയിരിക്കും എത്ര എമൗണ്ട് ആണോ പൊന്തുന്നത് അതന്നെയായിരിക്കും നിങ്ങൾ ഇടുന്ന കല്ലിൻ്റെ വോളിയം ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സ് അല്ല സയൻസിലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കല്ലിടുകയാണെങ്കിൽ ആ കല്ലിട്ടാൽ പൊന്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടും ആ കല്ലിൻ്റെ വോളിയം എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ വോളിയം ഓഫ് എ സ്റ്റോൺ ഇസ് ഈക്വൽ ടു 18,000 സെൻറ്റിമീറ്റർ. നമുക്കറിയാം 1000 ഈ സെൻറ്റിമീറ്ററിന് നമുക്ക് കിലോഗ്രാം. എപ്പോഴും നമ്മളൊരു സ്റ്റോണിൻ്റെ വെയിറ്റ് എത്രയെന്നല്ലേ കിലോഗ്രാമിൽ, അല്ലാതെ സെൻറ്റിമീറ്റർ ക്യൂബിൽ പറയുമോ? ഇല്ല. എത്ര കിലോ വോളിയം ഓഫ് എ സ്റ്റോൺ എത്ര കിലോ ആണെന്നാണ് പറയുക അല്ലേ, അല്ലാതെ സ്റ്റോൺ എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്ന് പറയുമോ? ഇല്ല. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. സെൻറ്റിമീറ്റർ ക്യൂബിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. So you have to divide 18,000 divided by 1000, then you will get the volume of the stone. So volume of a stone is equal to 18,000 divided by 1000. Zeros എല്ലാം ക്യാൻസൽ ചെയ്യുക, you will get 18 കിലോഗ്രാം. അപ്പോൾ സ്റ്റോണിൻ്റെ വോളിയം എത്രയാ, 18 കിലോഗ്രാം. ഒരു 18 കിലോ വെയിറ്റ് ഉള്ള ഒരു കല്ലാണ് എന്തിലോട്ട് ഇട്ടിട്ടുള്ളത്, ആ പോണ്ടിലോട്ട് ആ കോറിയത്തിലോട്ട് ഇട്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണോ അത് ക്ലിയർ ആയി വായിച്ച് അതിലോട്ട് വേണം ആൻസർ ചെയ്യാൻ. തേർഡ് ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് വെയ്റ്റ് 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? ഒരു റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക്, ഒരു ഇരുമ്പ് കഷ്ണം, ഷേപ്പ് റെക്ടാങ്കിളാണ്. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. അതിനെ മെൽറ്റ് ചെയ്തു, അതിനെ ഉരുക്കി എന്താക്കിയിട്ടുണ്ട്, വീണ്ടും നമ്മളൊരു ക്യൂബാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. സോ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ക്യൂബ് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് ക്യൂബ് തന്നിട്ടുണ്ട്. വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും, വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞതും വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞത് എന്തായിരിക്കും, തുല്യമായിരിക്കും. കാരണം എന്താ, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ മൊത്തത്തിൽ ഉരുക്കിയിട്ടല്ലേ ക്യൂബിലോട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ആ ക്യൂബിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കുക ഇങ്ങനെ ചെയ്യാം. സോ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 5, ബ്രെഡ്ത്ത് 10, ഹൈറ്റ് 20. സോ 5 ഇൻറ്റു 10 ഇൻറ്റു 20, 1000 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടും. ഞാൻ പറഞ്ഞു ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് തന്നെയാണ്, അതിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉരുക്കി നമ്മൾ ക്യൂബാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ വോളിയം എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ വോളിയം ഓഫ് എ ക്യൂബിൻ്റെ വോളിയം എന്തുതന്നെയായിരിക്കും, 1000 ആയിരിക്കും. ഇനി എങ്ങനെയാണ് ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു തുല്യമായിരിക്കും എന്ന് പറഞ്ഞു, ഓക്കെ സമ്മതിച്ചു. ക്യൂബിൻ്റെ പ്രത്യേകത എന്താ, ക്യൂബിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും തുല്യമായിരിക്കും അല്ലേ. ഇപ്പോൾ ലെങ്ത്ത് 10 ആണെങ്കിൽ ബ്രെഡ്ത്തും 10 തന്നെ ആയിരിക്കും, ഹൈറ്റും 10 തന്നെ ആയിരിക്കും. അപ്പോൾ ഏതോ ഒരു സൈഡിനെ നമ്മളിപ്പോൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതാം, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം ലെങ്ത്ത് ഇൻറ്റു ലെങ്ത്ത് എഴുതി കൂടെ. വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ. എല്ലിനെ 3 ടൈംസ് ഗുണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എൽ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000. ഇനിയാണെങ്കിൽ ഏതോ ഒരു നമ്പറിനെ 3 വട്ടം ഗുണിച്ചാലാണ് നിങ്ങൾക്ക് 1000 കിട്ടുക. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് നമ്പറിനെ 3 വട്ടം ഗുണിച്ചാലാണ് 1000 കിട്ടുക? 10 ഇൻറ്റു 10 100, 100 ഇൻറ്റു 10 1000. അപ്പോൾ ക്യൂബിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, 10. ഹോപ്പ് യു ക്ലിയർഡ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഉരുക്കി അതിനെ ക്യൂബാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിൽ രണ്ടിൻ്റെ
വോളിയം എന്തായിരിക്കും? തുല്യമായിരിക്കും. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെയും അതേപോലെ തന്നെ ക്യൂബിൻ്റെയും വോളിയം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞത് ഞാൻ L എടുത്തു, ബ്രെഡ്ത്തും എന്തെന്നെ ആയിരിക്കും? L തന്നെ ആയിരിക്കും. ഹൈറ്റും എന്തെന്നെ ആയിരിക്കും? L തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം L × L × L = 1000. ഏതോ ഒരു നമ്പറിനെ 3 വട്ടം ഗുണിച്ചാലാണ് നിങ്ങൾക്ക് 1000 കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഏത് നമ്പറിനെ 3 വട്ടം ഗുണിച്ചാലാണ് 1000 കിട്ടുക? 10. സോ ക്യൂബിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് 10 ആയിരിക്കും. Fourth question. A tank 1/2 meter long and 1 meter wide is to be contain 1000 liters. How high must be the tank? ഒരു ടാങ്ക് എന്ന് പറയുന്നത് 2.5 മീറ്റർ നീളമുള്ളൊരു ടാങ്കാണ്. 1 മീറ്റർ വൈഡ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വീതിയുണ്ട്. അതിൽ 10,000 ലിറ്റർ എന്തുണ്ട്? വെള്ളമുണ്ട്. ടു ബി കണ്ടെയ്ൻ അല്ല 10,000 ലിറ്റർ എന്ത് ചെയ്യും? നമുക്കതിൽ കൊള്ളും. വെള്ളമാണെങ്കിൽ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ലെങ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2 1/2 ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ 2 1/2നെ മാറ്റാം. 2 1/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 × 2 5, 2 × 2 4, 4 + 1 5. സോ 5/2. ലെങ്ത്ത് എന്ന് പറഞ്ഞത് 5/2. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 1 മീറ്റർ. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? ലിറ്ററിലാണ്, അതായത് വോളിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇസ് ടു കണ്ടെയ്ൻ ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വോളി എന്ന് പറഞ്ഞത് 10,000 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ലിറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ലിറ്ററിനെ എങ്ങനെയാണ് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഡിവൈഡഡ് ബൈ 1000. ഇത് 1000 ലിറ്റർ is equal to 1 meter cube. So 1 meter cube is equal to 1 by 1000. Sorry, 1 liter is equal to 1 by 1000 meter cube. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ലിറ്ററിനെ എന്ത് ചെയ്യുക? 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 10,000 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഈസ് 1000 മീറ്റർ ക്യൂബ്. ഇപ്പോൾ വോളിയം കിട്ടി ഇല്ലേ? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അതിൽ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നോക്കുക, വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വോളിയം എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ ലെങ്ത്ത് 5/2 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 ആണ്. 5/2 ഇൻറ്റു 1 5/2. സോ 10 ഡിവൈഡഡ് ബൈ 5/2. ഈ 5/2നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ചിടുക. ഈ ഡിവൈഡഡ് ബൈനെ തിരിച്ചിടുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അപ്പോൾ 10 ഇൻറ്റു 2/5 എന്നാണ് വരിക. 10 ഇൻറ്റു 2 20, 20/5 4 മീറ്റർ. അപ്പോൾ ഹൈറ്റ് കിട്ടി 4 മീറ്ററാണ്. നല്ലോണം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നല്ലോണം ക്ലാസ് മനസ്സിലാക്കുക കേട്ടോ. 5th question, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ 4 corners of a square piece of paper of side 12 cm, a small square of side 1 cm are cut off. The edges of this are bent up and joined to form a container of height 1 cm. What is the capacity of the container? If the square of a side 2 cm are cut off, what would be the capacity? ഒരു 12 സെൻറ്റിമീറ്ററിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ വരയ്ക്കുക. ഞാൻ അതിൽ ഫിഗർ കാണിച്ചിട്ടില്ല, നിങ്ങൾ സൈഡിൽ എന്ത് ചെയ്യുക? സ്ക്വയർ വരച്ച് കാണിക്കുക കേട്ടോ. അപ്പോൾ ഒരു 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ഈ 4 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? മുറിച്ചെടുക്കുക. അതായത് 1 സെൻറ്റിമീറ്റർ നിങ്ങൾ മാർക്ക് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് 4 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്കൊരു കണ്ടെയ്നർ ഉണ്ടാക്കാൻ. അതായത് ബാക്കിയുള്ള പോർഷൻസ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സിൻ്റെ, അതായത് നിങ്ങൾ ഒരു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് നിങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 1 സെൻറ്റിമീറ്റർ കട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ആ ബോക്സിൻ്റെ, നിങ്ങളൊരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ആ ബോക്സിൻ്റെ ലെങ്ത് എന്തായിരിക്കും? കാരണം 2 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ?
അപ്പോൾ ലെങ്ത് എന്തായിരിക്കും 12 മൈനസ് 1 മൈനസ് 1 അല്ലേ, രണ്ട് സൈഡിൽ നിന്ന് 1 + 1 2, 12 നിന്ന് 2 കുറയ്ക്കണം, 12 നിന്ന് 2 കുറച്ചാൽ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ലെങ്ത് എന്തായിരിക്കും 10 സെൻറ്റിമീറ്റർ. സ്ക്വയർ ബോക്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി വാട്ട് അബൌട്ട് ദ ബ്രെഡ്ത്തും എന്തുതന്നെയാണ് 12 സെൻറ്റിമീറ്റർ ആണ്. അതിന് രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾ 1 സെൻറ്റിമീറ്റർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്തും എന്തുതന്നെയായിരിക്കും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. വാട്ട് അബൌട്ട് ദ ഹൈറ്റ്? ക്വസ്റ്റ്യനിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. കണ്ടെയ്നറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് എന്ന് പറയുന്നത് 10, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10, ഹൈറ്റ് എന്ന് പറയുന്നത് 10. സോ 10 ഇൻറ്റു 10 ഇൻറ്റു 1, 10 ഇൻറ്റു 10 ഇൻറ്റു 1 100 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 12 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ആണ് എല്ലാ സൈഡിൽ നിന്നും കട്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 2 സെൻറ്റിമീറ്റർ കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലെങ്ത് എന്തായിരിക്കും സ്ക്വയറിൻ്റെ ബോക്സിൻ്റെ 12 മൈനസ് 2, രണ്ട് സൈഡിലും 2ഉം 2 ഉണ്ട്. സോ 12 മൈനസ് 4 8. ഇവിടെ L is equal to 12 minus 4 8 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് തന്നെ ആയിരിക്കും 8 സെൻറ്റിമീറ്റർ. ഹൈറ്റ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് 2 സെൻറ്റിമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. സോ വോളിയം കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 8 ഇൻറ്റു 8 ഇൻറ്റു 2 128 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റഫായിട്ടല്ല, നിങ്ങൾ സൈഡിൽ എന്ത് ചെയ്യുക, ഒരു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ വരയ്ക്കുക. ആദ്യത്തെ ഫിഗറിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യുക ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ കിട്ടും. അത് വരച്ചിട്ട് തന്നെ കാണിക്കണം. ആ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോംവർക്ക് ഹോംവർക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫിഗർ നിങ്ങൾ തന്നെ വരച്ച് കാണിക്കുക. എങ്ങനെയാണ് നിങ്ങൾ വരച്ചതെന്ന് എനിക്ക് കാണണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു 12 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ വരയ്ക്കുക. 4 സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ കട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. അതെന്നെ കാണിക്കുക. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ഹോംവർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയറായി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. If you like this video, please like, share and subscribe. Thank you.